എന്താണ് ഗുജറാത്ത് കലാപം? അതിലെടുത്ത കേസുകൾക്ക് എന്ത് സംഭവിച്ചു? ആരൊക്കെയാണ് കേസിലെ പ്രതിപട്ടികയിലുള്ളത്? ഇപ്പോൾ 22 വയസ്സുള്ളവർ വരെ ജനിക്കുന്നതിന് മുൻപ് നടന്നതാണ് ഗുജറാത്ത് കലാപം. ആ കലാപത്തെക്കുറിച്ചുള്ള ഏത് വാർത്തയും ആരംഭിക്കേണ്ടത് ഗുജറാത്ത് പോലീസിലെ IPS ഓഫീസറായിരുന്ന സഞ്ജീവ് ഭട്ടിൽ നിന്നാണ്. ആ സഞ്ജീവ് ഭട്ട് ഈ കലാപത്തിനും പതിറ്റാണ്ട് മുൻപ് 1989 കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. സഞ്ജീവ് ഭട്ട് എന്ന പേരിൽ നിന്ന് 1000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ട ഗുജറാത്ത് കലാപത്തിന്റെ സത്യത്തിലേക്ക്. ഫെബ്രുവരി 27 പുലർച്ചെ 7:43 സംഭവം. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ കർസേവ കഴിഞ്ഞ് മടങ്ങിയവർ സബർമതി എക്സ്പ്രസ് ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്നു. കർസേവകർ ഉൾപ്പെടെ 1700 പേർ ട്രെയിനിൽ ഉണ്ടായിരുന്നു. ഗോദ്ര സ്റ്റേഷനിൽ നിന്നെടുത്ത ഉടനെ നിരവധി പേർ അപായച്ചങ്ങല വലിച്ചു. ട്രെയിൻ നിർത്തി. S6 കോച്ചിൽ നിന്ന് തീ പടർന്നു. 4 കോച്ചുകൾ കത്തി. കർസേവകർ ഉൾപ്പെടെ 59 പേർ മരിച്ചു. അതിൽ 27 സ്ത്രീകളും 10 കുട്ടികളും ഉണ്ടായിരുന്നു. 48 പേർക്ക് പരിക്കേറ്റു. ഗോദ്രയിലെ മുസ്ലിങ്ങൾ ട്രെയിനിന് തീയിട്ടതാണെന്ന് വളരെ വേഗം വാർത്ത പ്രചരിച്ചു. VHPയുടെയും ബജ്രംഗ് ദളിന്റെയും നേതൃത്വത്തിൽ ഹിന്ദുക്കൾ സംഘടിച്ചു. ബജ്രംഗ് ദൾ നേതാവ് ബാബു ബജ്രംഗി എന്ന ബാബുഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു കൂട്ടക്കൊല ആരംഭിച്ചത്. നരോദ പാട്ടിയയിലെ കൂട്ടക്കൊലയിൽ ബാബു ബജ്രംഗി അറസ്റ്റിലായി. വളരെ വേഗം ജാമ്യം ലഭിച്ചു. ജാമ്യത്തിൽ കഴിഞ്ഞ ബാബു ബജ്രംഗിയുമായി തെഹൽക്ക എന്ന സ്ഥാപനം ഒളിക്യാമറ അഭിമുഖം നടത്തി. അതിൽ ബാബു ബജ്രംഗി അവകാശപ്പെട്ടത് വലിയ വിവാദമായി. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി 3 ജഡ്ജിമാരെ മാറ്റിയാണ് ജാമ്യം കിട്ടാൻ സാഹചര്യമൊരുക്കിയത് എന്നായിരുന്നു ആ വാചകം. ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടത് 1100 പേർ എന്നാണ് കണക്ക്. 600 പേരെ കാണാതായി. 1 ലക്ഷം പേർ അഭയാർത്ഥികളായി. 20,000 വീടുകളും കടകളും കത്തിച്ചു. 360 മുസ്ലിം ആരാധനാലയങ്ങൾക്കും തീവച്ചു. മുഖ്യമന്ത്രി മോദി ഇടപെട്ടുവെന്ന് ബജ്രംഗി പറഞ്ഞതുപോലെ മറ്റൊരു വെളിപ്പെടുത്തലുമുണ്ടായി. ഗുജറാത്തിലെ ഇന്റലിജൻസ് ബ്യൂറോ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന സഞ്ജീവ് ഭട്ടിന്റേതായിരുന്നു ആ വെളിപ്പെടുത്തൽ. കലാപത്തിന്റെ ആദ്യ രാത്രിയായ ഫെബ്രുവരി 27 മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി. ഗോദ്രയിലെ ട്രെയിൻ തീവെപ്പിന് പ്രതികാരം ചെയ്യാൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. ഇതോടെ 72 മണിക്കൂർ നേരം പോലീസ് കണ്ണടച്ചുവെന്നും സഞ്ജീവ് ഭട്ട് പറഞ്ഞു. ആ സഞ്ജീവ് ഭട്ട് അതോടെ ജയിലിലായി. കലാപത്തിനും 13 വർഷം മുൻപ് നടന്ന ഒരു പോലീസ് കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. സമാനമായ വേറെ കേസുകൾ ഇപ്പോഴും നടക്കുന്നു. ഗോദ്ര തീവെപ്പിനെ കുറിച്ച് നിരവധി കമ്മീഷനുകൾ അന്വേഷിച്ചു. UC ബാനർജി കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ പുറമേ നിന്ന് ആരും തീ കൊടുത്തിട്ടില്ല എന്ന് കണ്ടെത്തി. സർവസജ്ജരായ കർസേവകർ ഉള്ളപ്പോൾ ഏറ്റുമുട്ടൽ നടന്ന ഒരു ലക്ഷണവും സ്ഥലത്തില്ല എന്നായിരുന്നു ആ കണ്ടെത്തൽ. നിർത്തിയിട്ടിരുന്ന സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കുമ്പോൾ വരെ ഒരു കലാപലക്ഷണവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ആ റിപ്പോർട്ടിലുണ്ട്. നിരവധി സ്വതന്ത്ര നിഷ്പക്ഷ അന്വേഷണങ്ങളും ഈ വഴിക്കാണ് സഞ്ചരിച്ചത്. തീപിടുത്തം യാദൃശ്ചികമായുണ്ടായ അപകടം എന്നായിരുന്നു ആ കണ്ടെത്തൽ. കോച്ചിനുള്ളിൽ നിന്നാണ് ഇന്ധനം ഒഴിച്ചതെന്നും പുറമേ നിന്നല്ല എന്നുമാണ് ഫോറൻസിക് പരിശോധനയും തെളിയിച്ചത്. എന്നാൽ നാനാവതി മേത്ത കമ്മീഷൻ റിപ്പോർട്ടിൽ S6 കോച്ചിലെ തീപിടുത്തം ആസൂത്രിതമാണെന്ന് കണ്ടെത്തിയിരുന്നു. ആ കമ്മീഷൻ റിപ്പോർട്ട് മുൻനിർത്തിയാണ് പോലീസ് പ്രദേശത്ത് നിന്ന് 97 മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തത്. അവരിൽ 31 പേർ കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തി. നാനാവതി മേത്ത കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ കോൺഗ്രസും CPIM-ഉം ഉൾപ്പെടെയുള്ള പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. ഗുജറാത്ത് സർക്കാരിനെ വെള്ളപൂശാൻ എഴുതിയ റിപ്പോർട്ട് എന്നായിരുന്നു ആരോപണം. കോൺഗ്രസിന്റെ മുൻ MP ഇഹ്സാൻ ജഫ്രിയുടെ അനുഭവമാണ് ഏറെ സങ്കടകരമായി വേറിട്ടു നിന്നത്. ബജ്രംഗ് ദളും VHPയും വേട്ട തുടങ്ങിയതോടെ 100 കണക്കിന് മുസ്ലിങ്ങൾ അഭയം തേടി മുൻ MP ഇഹ്സാൻ ജഫ്രിയുടെ വീട്ടിലെത്തി. ജഫ്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ച് സഹായം തേടി. ഒരു പോലീസും എത്തിയില്ല. ജഫ്രി 3 വട്ടം സഹായം തേടി ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി അമർ സിംഗ് ചൗധരിയെയും വിളിച്ചു. അമർ സിംഗ് DGP മുതൽ താഴേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ചു. 3-ാം വട്ടം വിളിക്കുമ്പോൾ ജഫ്രി കരയുകയായിരുന്നുവെന്ന് അമർ സിംഗ് മൊഴി നൽകി.
പോലീസ് സംവിധാനം ഇത്ര നിർജീവമായ മറ്റൊരു കലാപവും സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് അന്വേഷണ കമ്മീഷനുകളെല്ലാം കണ്ടെത്തിയത്. 1947 രാഷ്ട്ര വിഭജനത്തെ തുടർന്നുണ്ടായ കലാപം കഴിഞ്ഞാൽ ഏറ്റവും വലുതാണ് ഗുജറാത്ത് കലാപം. ഈ കലാപത്തിന് പിന്നാലെ രാഷ്ട്രീയമായി വലിയ മാറ്റവും സംഭവിച്ചു. ഗുജറാത്തിലെ ഹിന്ദു വോട്ടുകളെല്ലാം തന്നെ BJPയുടെ കണക്കിൽ വീഴാൻ തുടങ്ങി. അതുവരെ ഹിന്ദു വോട്ടുകൾ BJPക്കും കോൺഗ്രസിനും വിഭജിച്ചു പോയിരുന്ന പതിവ് ഇല്ലാതായി. പിന്നീട് നരേന്ദ്രമോദി ദേശീയ തലത്തിലെത്തിയതോടെ ഈ സ്ഥിതി ദേശമെങ്ങും വ്യാപിച്ചു. ആർട്ടിക്കിൾ 370 പൗരത്വ ഭേദഗതി നിയമവുമെല്ലാം ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ കാരണമായി. കോൺഗ്രസും മറ്റ് പ്രാദേശിക പാർട്ടികളും ദുർബലമായതിനും BJP ശക്തമായതിനും മൂലകാരണം ഗുജറാത്ത് കലാപത്തിലുണ്ട് എന്നതാണ് കലർപ്പില്ലാത്ത സത്യം. നമസ്കാരം.